ഗുഡ് മോർണിംഗ്. ടേസ്റ്റി കിൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പറയുക, അതിൽ സാൻഡ്വിച്ചാന്ന് പറഞ്ഞിട്ട് വേറൊന്നും കാണുന്നില്ലല്ലോ എന്ന്. എന്നാലിത് അവക്കാഡോ വെച്ച് ചെയ്യുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാൻഡ്വിച്ചാണിത്. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇവിടെ ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് വലുതും ചെറുതും ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നമ്മൾ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ പച്ചമുളക്, കുറച്ച് പാപ്രിക്ക, സോൾട്ട്, പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ്, ബ്രൗൺ ബ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ല വൈറ്റ് ബ്രെഡ് ആണ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ ഇത് നല്ല ഉടച്ചെടുക്കണം ഇനി. എന്നിട്ട് നമ്മൾ ആ ഉടച്ചെടുത്ത അവക്കാഡോയിലേക്ക് നമ്മുടെ പാപ്രിക്കയും നമ്മൾ ചെറുതായിട്ട് ഞുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും, അപ്പോൾ ഈ അവക്കാഡോയുടെ ആ ഒരു പുളിയും ഒരു ചെറിയ എരിവും ഉപ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അവക്കാഡോ കഴിക്കാൻ പറ്റും. ആ ഒരു നമ്മുടെ സാൻഡ്വിച്ചിന് നല്ലൊരു ഉപ്പും പുളിയും എരിവും ഒക്കെയുള്ള നമ്മുടെ ആ ഒരു പച്ചമാങ്ങയൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, അപ്പം അതുപോലെയുള്ളൊരു നല്ല അടിപൊളി സാൻഡ്വിച്ചാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിത് നല്ലതായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന്, നമ്മൾ ചില അവക്കാഡോ മേടിക്കുന്ന സമയത്ത് അതിനകത്തിൽ ആ സ്കിന്നോട് കൂടി ഇങ്ങനെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, സ്കിൻ എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് കളർ വരും. അപ്പോൾ കുറച്ചതൊന്ന് നമ്മളെടുത്ത് മാറ്റിയാൽ മാത്രം മതി. എന്നിട്ട് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്യണം എന്നൊന്നുമില്ല, ഞാനിവിടെ കുട്ടികൾക്ക് കഴിക്കാനായതുകൊണ്ട് സൈഡൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ബട്ടർ, ചീസ് എന്ത് വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡയറ്റൊക്കെ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രെഡിൽ ഈ അവക്കാഡോ നമ്മൾ ജസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഞാനിതൊന്ന് തേച്ച് കൊടുക്കുകയാണ്. അതൊന്ന് തേച്ചിട്ട് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഈ ബ്രെഡൊന്ന് ഫസ്റ്റിലെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണയായി നമ്മൾ അവക്കാഡോ ജ്യൂസ് കുടിക്കും, അല്ലെങ്കിൽ സാലഡായിട്ട് യൂസ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവക്കാഡോ കഴിക്കുന്നത്. ഇതിപ്പോൾ സാൻഡ്വിച്ചായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു പിഞ്ച് ഷുഗർ ഇതിനകത്തിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു മധുരവും കൂടെ അതിനകത്തിൽ അവർക്കൊന്നും കൂടി ഇഷ്ടപ്പെടും. ഇതിപ്പോൾ നമ്മളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറ്റിനൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമായിട്ടൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ അവക്കാഡോ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടും, പക്ഷെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഒത്തിരി ഇതായിട്ട് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനിത് സാൻഡ്വിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ സൈഡ് കട്ട് ചെയ്യാത്ത ബ്രെഡിൽ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നുകൂടി കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അവക്കാഡോ സാൻഡ്വിച്ചാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാപ്രിക്ക ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനകത്തിൽ, നമ്മൾ പച്ചമുളക് ഇടുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെല്ലാവരും ടേസ്റ്റി ക്യൂൻസ് കാണുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും ബൈ.